വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിളിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും എക്സസൈസ് 7.2ലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആണ്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക ആൻഡ് നെവർ മിസ് എനി ക്വസ്റ്റ്യൻ. Angles opposite to equal sides of an isosceles triangle are equal. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതായത് ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ നമുക്ക് നെയിം ചെയ്യാം എ ബി സി. ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിൽ എ ബി ആൻഡ് എ സി ആണ് ഈക്വൽ മെഷർമെൻറ്റ്സ് ഉള്ള സൈഡ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് വിൽ ബി ഈക്വൽ. അതായത് ഇപ്പം എ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്, ആൻഡ് എ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി ആണ്. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇഫ് എ ബി ഈസ് ഈക്വൽ ടു എ സി, then angles opposite to it, that is angle B, will be equal to angle C. The sides opposite to equal angles of a triangle are equal. അതായത് ഒരു ട്രയാങ്കിളിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ എ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇപ്പം ആംഗിൾ ബിയും ആംഗിൾ സിയുമാണ് ഈക്വൽ എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ദാറ്റ് ഇസ് എ സി ആൻഡ് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ദാറ്റ് ഇസ് എ ബി വിൽ ബി ഈക്വൽ. അതായത് എ സി ആൻഡ് എ ബി വിൽ ബി ഈക്വൽ. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വിത്ത് എ ബി ഈക്വൽ ടു എ സി. ഓക്കെ, ആംഗിൾ ബിയുടെയും ആംഗിൾ സിയുടെയും ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒ. ഒയിൽ നിന്ന് നമ്മൾ എയിലേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, നൗ വി നീഡ് ടു ഷോ ദാറ്റ് ഒ ബി ഈക്വൽ ടു ഒ സി ആൻഡ് എ ഒ ബൈസെക്സ് ആംഗിൾ എ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ക്വിക്ക്ലി മൂവ് ടു ദ ആൻസർ. എ ബി ഈക്വൽ ടു എ സി ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ഇപ്പോൾ എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി. വാട്ട് മേ ബി ദ റീസൺ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തിയറം നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഓക്കെ, സോ വാട്ട് വിൽ ബി ഹാഫ് ഓഫ് എ ബി സി? ഇപ്പോൾ നമ്മൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് എ ബി സിയും ഹാഫ് ഓഫ് എ സി ബിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ഹാഫ് ഓഫ് എ ബി സി? ഹാഫ് ഓഫ് ആംഗിൾ എ ബി സി ഇസ് ആംഗിൾ സി ബി ഒ. Similarly, half of angle ACB will be equal to angle BCO. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഒ ബി വിൽ ബി ഈക്വൽ ടു ഒ സി. ദ റീസൺ ഇസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഒ ബൈസെക്സ് ആംഗിൾ എ. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ എ ബി ഒ ആൻഡ് ട്രയാങ്കിൾ എ സി ഒ. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംഗിൾ എനെ എ ഒ ബൈസെക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ആംഗിളും, ഈ ചെറിയ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ എനെ എ ഒ ബൈസെക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, എ ബി ഈക്വൽ ടു എ സി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആൻഡ് ആംഗിൾ എ ബി ഒ വിൽ ബി ഈക്വൽ ടു ആംഗിൾ എ സി ഒ. കാരണം ഓൾറെഡി എ ബിയും എ സി ഈക്വൽ ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളിൻ്റെ ബൈസെക്ടേഴ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒ ബി ഈക്വൽ ടു ഒ സി നമ്മൾ കുറച്ച് മുമ്പ് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, സോ ബൈ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ ഒ വിൽ ബി ഈക്വൽ ടു angle CAO by CPCT. Hence, we have proved that AO bisects angle A. In triangle ABC, AD is a perpendicular bisector. We need to show that ABC is an isosceles triangle with AB equal to AC. Okay. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീൻസ് ഇപ്പോൾ എ ഡി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ എ ഡി ബി സി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ബൈസെക്ടർ. സോ ബി സിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട്, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് എ ഡി ഡിവൈഡ് ചെയ്യും.
അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. 90 ഡിഗ്രി മേക്ക് ചെയ്യും പ്ലസ് അതിനെ ഡിവൈഡ് ചെയ്യും ഈക്വൽ ഹാഫ്സ് ആയിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ആംഗിൾ എ ഡി ബി is equal to angle ADC, each is 90 degree, and BD equal to CD, given that AD bisects BC. Okay, and AD is common in both the triangles. So triangle ABD is congruent to triangle ACD by SAS congruence rule. SAS congruence rule. Okay, now AB will be equal to AC by CPCT. Triangle ABC ഒരു isosceles triangle ആണ് with AB equal to AC. ബിയിൽ നിന്നും സിയിൽ നിന്നും ഈക്വൽ സൈഡ്സിലേക്ക് വരച്ചിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് ആണ് ബിഇയും സി എഫും. ഓക്കെ, ആൻഡ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ബിഇ ഈക്വൽ ടു ബി എഫ്. എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ്, അതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ബിഇ ആൻഡ് സി എഫ് ആണ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, എ ബി ഈക്വൽ ടു എ സി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ സി. വാട്ട് മേ ബി ദ റീസൺ? ദ റീസൺ ഇസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ ബി എഫ് സിനെയും ട്രയാങ്കിൾ സി ഇ ബിനെയും കൺസിഡർ ചെയ്യുക. ദാറ്റ് ഇസ് ദീസ് ടു ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി നമ്മൾക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ബി സി കോമൺ സൈഡാണ് രണ്ട് ട്രയാങ്കിളിലും. ആൻഡ് ആംഗിൾ ബി എഫ് സി ആൻഡ് ആംഗിൾ സി ഇ ബി രണ്ടും 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ ബൈ AAS congruence rule we can prove that triangle BFC is congruent to triangle CEB. Okay, അങ്ങനെ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ BE will be equal to CF by CPCT. ABC is a triangle. ഈ ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് BE and CF. Okay, we need to show that triangle ABE is congruent to triangle ACF. Okay, so നമുക്ക് ആദ്യം ഗീവൺ ആയിട്ടുള്ള കൺസെപ്റ്റ് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് BE ഈക്വൽ ടു CF. അതായത് ക്വസ്റ്റ്യനിലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആംഗിൾ BEA is equal to ആംഗിൾ CFA, both are 90 ഡിഗ്രി. ഇതും ഓൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ഒരു ആംഗിളാണ് ആംഗിൾ എ. Okay, so angle A is common. So by AAS congruence rule, these two triangles are congruent and AB equal to AC by CPCT. Okay, AB equal to AC by CPCT. അങ്ങനെ നമ്മൾ ABC ഒരു isosceles triangle ആണെന്ന് പ്രൂവ് ചെയ്തു. Okay, ABC and DBC രണ്ട് isosceles triangle ആണ് with AB equal to AC and DB equal to DC. Okay, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിൽ എ ബിയും എ സിയും ഈക്വൽ ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കത്തില്ലേ? സോ ആംഗിൾ എ ബി സി വിൽ ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി. അത് ഫസ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ട്രയാങ്കിൾ DCB. ട്രയാങ്കിൾ DCBയിൽ BD ആൻഡ് CD ഈക്വൽ ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കത്തില്ലേ? സോ ആംഗിൾ DBC ഇസ് ഈക്വൽ ടു ആംഗിൾ DCB. ഓക്കെ, അത് സെക്കൻഡ് കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ രണ്ട് കൺസെപ്റ്റും ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ DBC വിൽ ബി ഈക്വൽ ടു ആംഗിൾ ACB plus angle DCB. Okay, so what is angle ABC plus angle DBC? That is angle ABD. Okay, angle ABC plus angle DBC is angle ABD. Okay, so angle ABD is thus equal to angle ACD. Thus we proved. ABC ഒരു isosceles triangle ആണ് with AB equal to AC and BA extend ചെയ്ത് D വരെ എത്തിച്ചിട്ടുണ്ട് such that AB equal to AD and C യും D യും join ചെയ്തു. We need to prove that angle BCD is 90 degree. Okay,
So it is given that AB equal to AC. So the angles opposite to that will be equal. That is angle 1 equal to angle 2. The reason is angle opposite to equal sides are equal. Okay. ഇനി AB equal to AD. So അങ്ങനെയാണെങ്കിൽ AD equal to AC. അതായത് ഇത് മൂന്നും equal ആയിരിക്കും. Okay. So angle 3 will be equal to angle 4 by the same reason, that is angles opposite to equal sides are equal. So നമുക്കിപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ആ മൂന്ന് സൈഡ്സും അതായത് എ ബിയും എ സിയും എ ഡിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. സോ that means that angle 1 will be equal to angle 2 and angle 2 will be equal to angle 4. So all angles equal ആണ്. ഓക്കെ. ഇനി നമ്മൾ ട്രയാങ്കിൾ ബി സി ഡി കൺസിഡർ ചെയ്യുക. ബി സി ഡി. ഓക്കെ. അതിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 വിൽ ബി 180 ഡിഗ്രി. ദാറ്റ് ഈസ് ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും സം ചെയ്താൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. ഓക്കെ. സോ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4. വാട്ട് ഈസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4? ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 is ആംഗിൾ ബി സി ഡി. Okay, so angle 1 plus angle BCD plus angle 3 is 180 degree. Okay, ini angle BCD plus angle 1 plus angle 2 ne namakku angle 2 plus angle 4 എന്ന് എഴുതാം. കാരണം എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെ എഴുതി. ഓക്കെ, വാട്ട് ഈസ് ആംഗിൾ 2 plus angle 4? ദാറ്റ് ഈസ് അഗെയിൻ BCD. Angle BCD. So angle BCD plus angle BCD is 180 degree. So 2 angle BCD is 180 degree. So angle BCD is 90 degree. Half of 180 is 90 degree. So hence proved that triangle ABC is a right triangle. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ദറ്റ് എ. ഓക്കെ, എ ബി ആൻഡ് എ സി ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ആംഗിൾ എ 90 ഡിഗ്രി ആണെന്ന്, ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ബൈ ദാറ്റ് ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ സി. ഓക്കെ, ആംഗിൾ എ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് റിമൈനിങ് രണ്ട് ആംഗിളിൻ്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ്. സോ ഓൾറെഡി ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള രണ്ട് ആംഗിളുടെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. സോ ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി വിൽ ബി ഈച്ച് 45 ഡിഗ്രി. Show that angles of an equilateral triangle are 60 degree each. എന്താണ് equilateral triangle എന്ന് പറഞ്ഞാൽ? അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ equilateral triangle എന്ന് പറയുന്നത്. That is AB will be equal to BC and which is equal to AC. Okay, so ആദ്യം നമുക്ക് ഏതെങ്കിലും രണ്ട് സൈഡ് കൺസിഡർ ചെയ്യാം. That is AB and AC നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു. Okay, AB AC ഈക്വൽ ആണ്. So angles opposite to it will be equal. Okay, so angle B will be equal to angle C. Okay, ഇനി നമ്മൾ ഏതെങ്കിലും വേറെ രണ്ട് സൈഡ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ബി സി ആൻഡ് എ സി. ഓക്കെ, സിമിലർലി സെയിം റീസൺ കാരണം നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ബി. ദ റീസൺ ഇസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഓക്കെ, ഇനി നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. എന്താണ് ആംഗിൾ സം പ്രോപ്പർട്ടി? സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ വിൽ ബി 180 degree. That is angle B plus angle C plus angle A will be 180 degree. So angle Aയും angle Bയും angle Cയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ആംഗിൾ B plus angle B plus angle B equal to 180 degree. So what is angle B? Angle B will be 180 by 3 which is 60 degree. Hence we proved that each angle of an equilateral triangle is 60 degree. Thank you for watching this video. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.